അല്ല ചേന പറിക്കുക. കഴിക്കാൻ എന്തുപടി? ചേട്ടൻ പറിച്ച ചേനുണ്ട്, പുഴുങ്ങി തരാം. ഞാൻ ചോദിച്ചു, അറിഞ്ഞു അറിഞ്ഞു തരാനല്ലേ ഭാര്യ ഉള്ളത്. ഞാൻ കുളിച്ചില്ല. ആ എന്നാ കുളിച്ചിട്ടുള്ളത്? രാവിലെ നീ അമ്പലത്തിൽ പോയായിരുന്നു. അമ്പലത്തിൽ പോയി. എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ, ഞാൻ കണ്ടതില്ലല്ലോ. ഞാൻ അമ്പലത്തിൽ നിന്ന് വരുമ്പോ ചേട്ടനോട് പറഞ്ഞിട്ടാണോ വന്നേ? അല്ല. പിന്നെ അമ്പലത്തിൽ പോകുമ്പോ ഞാൻ എന്തിനാ പറയുന്നേ? ശരിയാണല്ലോ. അല്ല, നീ അമ്പലത്തിൽ പോയപ്പോ തേങ്ങ കൊണ്ടെന്തിനാ പോയെ? ചേട്ടൻ എപ്പോഴും എന്നോട് പറയില്ലേ നിന്റെ കയ്യിൽ ഒരു തേങ്ങയും ഇല്ലെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ തേങ്ങയും കൊണ്ടുവരാന്ന്. ഞാൻ അതാണോ പറഞ്ഞത്? പിന്നെ ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് മെഴുകും. ഞാൻ അതല്ലേ ഞാൻ തമാശ പറഞ്ഞതല്ലേ. ഞാൻ ആ ശാരദേച്ചിയുടെ പറമ്പ് കൂടെ അതിയനല്ലേ വന്നേ. അപ്പണ്ട് ഒരു തേങ്ങ കിടക്കുന്നു. തേങ്ങക്കൊക്കെ എന്താ വില. അപ്പൊ ഞാനൊരു തേങ്ങയായിട്ട് ഇങ്ങ് പോന്നു. ശാരദേച്ചിയുടെ പറമ്പിൽ കയറി നീ തേങ്ങ എടുത്ത്? എടി, അത് 4 ഒറ്റും 6 അടി പൊക്കത്തിൽ ഇങ്ങനെ മുള്ളുവലി കെട്ടിയൊക്കെയില്ലേ? ഈ ഡ്രസ്സൊക്കെ ഇട്ട് നീ എങ്ങനെ കയറി? അതെനിക്ക് നിസാരമല്ലേ, ഞാൻ കാണിച്ചു തരാം. ദേ ഇങ്ങനെ വന്ന്. ചേട്ടന് സംശയം ഉണ്ടെങ്കിൽ ഡെമോ കാണിച്ചു തരാലോ എന്ന് വിചാരിച്ചു. എന്തിന്? കട്ടം പൊക്കുന്ന കുട്ടമ്പിളയുടെ മോളല്ലേ നീ? നാടകത്തിന്. അല്ല, എനിക്കൊരു സംശയം. ഈ ചേരാത്ത പാന്റൊക്കെ ഇട്ട് ചേട്ടൻ എവിടെ പോവാ? നിന്റെ അച്ഛന്റെ അടുത്തോട്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എന്റെ അച്ഛന് വിളിച്ചതാണ്. ഒന്നുമല്ല, എന്റെ അച്ഛന്റെ അടുത്തോട്ട് തന്നെയാ പോണേ. കാരണം ഇവര് ഷെയർ ഇട്ട് അടിക്കേ. അങ്ങനെ കള്ള് ഷാപ്പിൽ നിന്ന് കിട്ടിയ ഒരു മുതലാണ് ഇത്. അത് കല്യാണത്തിലാ അവസാനിച്ച. നീ ആരോടാ പറഞ്ഞോണ്ടിരിക്കുന്നേ? അപ്പുറത്തെ വീട്ടിലെ പ്രചോദ കുട്ടനോട്. ഞാൻ രാവിലെ മുതൽ ഇവിടെ ഇരുന്ന് ഷേവ് ചെയ്യാണ്. എന്നിട്ട് ആ വേലിക്കരിയിൽ പ്രചോദ കുട്ടൻ വന്നിട്ടേ ഇല്ല. നിന്റെ ശബ്ദം കേട്ടു, പ്രചോദ കുട്ടൻ അവിടെ വേലിക്കരിയിൽ പൊന്തി. ഇഷ്ടമാണ് ആളുകൾക്ക് എന്നെ. അതാ മെഴുകി തീർന്നെങ്കിൽ ഇനി വന്ന ഈ കണ്ണാടി ഒന്ന് പിടിച്ചതാ. അത് പാടരുത്, റൈറ്റ്സ് ഇല്ല. ഞാൻ പാടുന്നതിന് റൈറ്റ്സോ? നീ പാടുന്നോണ്ടാണ് റൈറ്റ്സ് ഇല്ലാത്തത്. പാടാൻ അറിയാവുന്നവര് പാടിയാൽ റൈറ്റ്. നീ ഇത് പിടി, ഇത് വിടരുത്, പൊട്ടും. അങ്ങനെ പൊട്ടത്തൊന്നുമില്ല. അല്ല, ചെള്ള പൊട്ടും എന്നാ. ഇവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു. എവിടെ? ഇവിടെ അത് പോയിട്ടില്ല ശരിക്കും. നോക്ക്, ഇവിടെ ഉണ്ട്. ഇങ്ങി വാ. അത് പോയില്ല. അതെ ഇവിടെ ഇരിക്കുന്നു. ഞാൻ ചെയ്തുതരാം. നീ ചെയ്താ മുറിയും. ആര് പറഞ്ഞു? എന്റെ അച്ഛന് ഞാനല്ലേ താടി ഷേവ് ചെയ്ത് കൊടുക്കുന്നേ. നീ ഷേവ് ചെയ്ത് കൊടുക്കും? ഇതുപോലൊരു കൺഫ്യൂഷൻ അച്ഛനുണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു, മോളെ നീ താടി ഷേവ് ചെയ്യണ്ട, മുറിയും. ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛാ, ഞാൻ ചെയ്തുതരാം. അച്ഛൻ പറഞ്ഞു, മുറിഞ്ഞാൽ 50 രൂപ നീ എനിക്ക് തരണം ഒരു മുറിവിന്. ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ തരാം. അങ്ങനെ ഞാൻ അച്ഛൻ ഇങ്ങനെ ഷേവ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു മുറിവ്, ചെറുതൊന്നുപോലെ. അച്ഛൻ പറഞ്ഞു 50 രൂപയെ. ഞാൻ പറഞ്ഞു, സോറി അച്ഛാ, ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഈ കവളത്ത് ഞാൻ അങ്ങനെ ഷേവ് ചെയ്തോണ്ടിരിക്കുമ്പോ ഇവിടെയും ചെറുതായിട്ടൊരു മുറിവ്. അച്ഛൻ പറഞ്ഞു 50, 50, 100 രൂപ കൊടുത്തോ? പിന്നെ എന്റെ വട്ടി കൊടുക്കും. ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ? ഈ കുഞ്ഞി മുറിവും കൂടെ ഇങ്ങനെ ജോയിന്റ് ചെയ്തിട്ട് ഒറ്റ മുറിവാക്കി. 50 രൂപ കൊടുത്താൽ മതിയില്ലോ ഒരു മുറിക്ക്. അല്ലെന്ന്, ഞാൻ ഷേവ് ചെയ്യും. വാ, അത് പിടി. മുറിക്കരുത്. ഇല്ലെന്ന്. ഞാൻ അങ്ങനെ ചെയ്യോ? ഇല്ല. ഹരിചന്ദന മലയിലെ മധുവായി എന്റെ അരിപ്പാട്ടയിൽ വെച്ച് 500 രൂപ എന്ത് ചെയ്യും? സന്ധ്യ ആരാ? സന്ധ്യ? വാട്സപ്പിൽ ഒരു മെസ്സേജ് 11:30 കാണാന്ന്. അയ്യോ, സന്ധ്യാദീപൻ. മോളെ, നമ്മുടെ ഫാമിലി നിനക്കറിയത്തില്ലേ? സന്ധ്യാദീപൻ. സന്ധ്യാദീപൻ. അവനെ കാണാമെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടതാ. അതാണോ? ശരിക്കും. അപ്പൊ എനിക്ക് അറിയാനുള്ളതൊക്കെ അറിഞ്ഞു, എനിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി. ചായ എടുക്കട്ടെ, പോട്ടെ. അല്ലേ, എന്നാ പിന്നെ എനിക്കറിയാനുള്ളതും കൂടെ അറിയണമല്ലോ. ഇനി വന്നേ, ഞാൻ ആ കുറുപ്പിന്റെ 500 രൂപ, 500 അല്ലല്ലോ, 2000 രൂപ ഞാൻ പലിശക്ക് വാങ്ങിച്ചു. എന്നിട്ട് തലണക്കിഴി വെച്ച് അത് നീ എടുത്തില്ലാടി ഓൺലൈൻ ഓർഡർ ചെയ്തിട്ട് നീ മാല വാങ്ങിച്ചത്. അത് സ്വർണ്ണമാല അല്ല, മെറ്റൽ മാല. അതിന്റെ അത്യാവശ്യം ഉണ്ടായിരുന്നോ? അത് ഞാൻ മാല മേടിച്ചു. അതെന്താന്നറിയോ ചേട്ടാ? ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. ഇതില് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോക്ക് ചേട്ടൻ ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോ മാലയല്ലാതെ വേറൊന്നിലും ലൈക്ക് ചെയ്യാനുള്ള ഒരു റീസൺ ഇല്ല. കാരണം പെൺകുട്ടിക്ക് ഉടുതുണിയില്ല. നോക്കിയപ്പോ മാല മാത്രമേ ഉള്ളൂ. അപ്പൊ ആ മാല ഞാനങ്ങ് മേടിച്ചിട്ടാ പോരേന്ന് എനിക്ക് അങ്ങ് തോന്നി. അപ്പൊ ഈ 2000 രൂപ നഷ്ടാണോ? ഒരിക്കലും നഷ്ടമല്ല. മേടിക്കുന്നതിനേക്കാൾ എത്രയോ ലാഭമാണ്. ചായ എടുക്കട്ടെ? ചായ ഞാൻ 3 കുടിച്ചല്ലോ. ഞാനില്ലാതെയോ? 3 കുടിക്കണോ? ചൂടുള്ള ചായ എടുക്കാം. തണുത്തത് മതി. തണുത്തത്
തണുത്തത് മതി. എന്നാ ചായ തണുത്തി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തരാം. തണുത്ത ചായ. എന്താഴ്ചയാ? ഇന്ന് ചൊവ്വാഴ്ച. അത് ഞാൻ ഓർത്തില്ല. പിന്നെ ചായ എടുക്കുമ്പോഴേ കഴിക്കാനൊന്നും എടുക്കണ്ട. ഇല്ല. ചായയിൽ ബിസ്ക്കറ്റ് ഒരു കുട്ടി കൊണ്ടുവരട്ടെ? ചായയിൽ ഇടണ്ടല്ലോ, അത് കയ്യിൽ തന്നാ മതിയല്ലോ. കയ്യിൽ തന്ന ബിസ്ക്കറ്റ് ചായയിൽ മുക്കിയല്ലേ കുടിച്ചിന്നേ. എങ്ങനെ വേണേലും എന്റെ മോൾ എടുത്തു. അതെ, കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വന്നാ ബുദ്ധിമുട്ടാവോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ദൈവമേ, ചൊവ്വാഴ്ചയാണ് വെപ്രാളം കൊണ്ട് വെച്ച് പോയത്. ചൊവ്വാഴ്ച ദിവസങ്ങളുടെ അവളുടെ അമ്മുമ്മയുടെ ദേഹത്ത് കയറും. അന്നത്തെ ദിവസം കുടിച്ച മുലപ്പാൽ വരെ കക്കിക്കും. മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും കള്ളം കാണിച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കുകയും ചെയ്യും കൈയോട് കൂടി. അതുകൊണ്ട് ഞാൻ മിക്ക ദിവസങ്ങളും വെയിലത്ത് കൊണ്ടുവരുത്തി പച്ച വെളിച്ചെണ്ണ തല നിർത്തിയിട്ടൊന്ന് വെള്ളത്തിൽ നിന്ന് കുതിർത്തെടുക്കും. അങ്ങനെ കുറച്ച് ആശ്വാസം കിട്ടും. നീ എന്താ ഇവിടെ? അതെന്താ അങ്ങനെ ഒരു ടോപ്പ്? നീ എന്താ ഇവിടെ? അങ്ങനെ ചോദിക്കല. ചൊവ്വാഴ്ച എന്താണ് നീ ഇവിടെ? എനിക്ക് അങ്ങനെ ഉണ്ടോ? എനിക്ക് ചൊവ്വാഴ്ച അല്ല, ബുധനാഴ്ച അല്ല, വ്യാഴാഴ്ച അല്ല, ഏത് ദിവസം വന്നാലും നമ്മൾ കൂട്ടല്ലേടാ. കുറെ കാലം അതിന് കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പക്ഷെ എനിക്ക് വിശേഷമുണ്ട്. എന്താ, നീ നാട് വിട്ട് പോന്നോ? നാട് വിട്ട് വേണമെങ്കിൽ നിന്നെ കൊണ്ടല്ലേ പോകുന്നു. എന്താടാ കാര്യം? എനിക്ക് ജോലി കിട്ടി. ജോലി കിട്ടിയോ? ജോലി കിട്ടി. അപ്പൊ പണി കിട്ടുന്നതിന് പോക്കോ. എന്താ പറഞ്ഞ? പണി കിട്ടിയില്ലേ? പണി കിട്ടി. നീ ജോലിക്ക് പോകത്തില്ലേ? ആ, പോകും. പൊക്കോ. അങ്ങനെ പോകുമല്ലോ. ഒരു മാറ്റമില്ല. അപ്പോയിന്റ്മെന്റ് ഓർഡർ പടി. അപ്പോയിന്റ്മെന്റ് ഓർഡറാണോ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറ. എനിക്കല്ലല്ലോ വിശേഷം. എടോ, എനിക്കല്ലോ, നിനക്കല്ലടാ വിശേഷം. നിന്റെ വിശേഷം പറ. എനിക്ക് എന്തോന്ന് വിശേഷം? എനിക്കൊരു വിഷയമല്ലോ. ഞാൻ ഇവിടെ കിടന്ന് 14 ലോകം എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അത് പുറത്തോട്ട് പോകുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അളിയാ, നരയിക്കുക ഇവിടെ കിടന്ന്. എങ്ങനെങ്കിലും പുറത്തു പോകണം. പാസ്പോർട്ട് ഓർഡർ ആയിരിക്കേ. പുറത്ത് പോയി 2 അടിക്കുന്നതിന് പാസ്പോർട്ട് എന്തിന്? പുറത്ത് എന്റെ തന്ത കുറ്റവാ. എന്താ? ഇവിടുന്ന് അങ്ങനൊന്നും പ്രതീക്ഷിക്കരുതായിരുന്നു. ആരെ? അവളെ വിളി. ജലജ വിളി. ജലജ എന്തിനാ വിളിക്കുന്നേ? അല്ല, എനിക്ക് ജോലി കിട്ടിയാൽ അവളോട് പറയണ്ടേ? ചേട്ടാ, ഞാൻ പറഞ്ഞോളാം. നീ പറഞ്ഞ അങ്ങനെ ശരിയാവും. അവള് നാളെ വന്നിട്ട് അതെന്താ ദീപൻ ചേട്ടാ ജോലി കിട്ടിയാൽ എന്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചമ്മും. എടാ, ചമ്മത്തില്ല. നീ ചൊവ്വാഴ്ചയാണ്, ഞാൻ പറഞ്ഞോളാം. പൊക്കോ. ചൊവ്വാഴ്ചയൊന്നുമില്ല. ജലജേ, ജലജേ, ജലജേ. അതോ അയ്യോ, സന്ധ്യാദീപൻ ചേട്ടനല്ലേ? ചേട്ടൻ എന്താ ഈ വഴി? അവൻ ചാവാറായി കാണും, അതാ വന്നത്. ജോലി കിട്ടി കാര്യം പറയാ. എന്നാടാ കാണിക്കടാ. സന്തോഷ വാർത്തയുണ്ട്, എനിക്ക് ജോലി കിട്ടി. അയ്യോ, സന്ധ്യാദേവൻ ചേട്ടന് ജോലി കിട്ടി. സന്ധ്യാദേവൻ ചേട്ടന് ജോലി കിട്ടി. ആ കൊച്ചിന്റെ സന്തോഷം കണ്ടാ നീ അല്ലേ പറഞ്ഞ അവളടുത്ത് പറയണ്ടാന്ന്. കണ്ടാ എന്താ ചേട്ടാ എന്നോട് പറയേണ്ടത് എന്നോട് പറയണ്ടേ? എടി മോളെ, അവൻ പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും ഒരുപോലല്ലേ? അല്ല, ചേട്ടൻ പറയേണ്ടത് ചേട്ടൻ പറയും, അവൻ പറയേണ്ടത് അവൻ പറയും. ഞാൻ പറഞ്ഞില്ലേ ഇവള് ഞാൻ നിന്റെ അടുത്ത് സംസാരിച്ച എന്താ കുഴപ്പം? അതെന്താടാ നിനക്ക് വല്ലോന്റെ ഭാര്യയോട് തന്നെ സംസാരിക്കണത് ഇത്ര നിർബന്ധം? അതെന്താ വല്ലോന്റെ ഭാര്യയുടെ അടുത്ത് തന്നെ സംസാരിക്കണം ഇത്ര നിർബന്ധം? ഞാൻ പേടിപ്പിച്ച് എന്തായാലും ജോലിയൊക്കെ കിട്ടിയതല്ലേ? ചായ എടുക്കട്ടെ? അല്ല, ചായ വേണ്ട. എനിക്ക് ചായ വേണ്ട. ചായ വേണമെന്ന് പറ. ചായ വേണമെന്ന് പറ. അല്ല, ചായ വേണ്ട. ചായ ഞാൻ കുടിച്ചായിരുന്നു. അല്ല, ഒരു ചായയും കൂടെ കുടിക്കാം. അതെ. അതെന്താന്നറിയോ, വീട്ടിൽ നിന്ന് വരുമ്പോ ഒരു ചായ കുടിച്ചു, അതുകൊണ്ടാ ചായ. അയ്യോ, അതിനെന്താ വീട്ടിൽ നിന്ന് വന്നോണ്ട് ഇവിടെ കുടിക്കാൻ പാടില്ല എന്നുണ്ടോ? അതെ, അങ്ങനെയല്ല സംഭവം. നമ്മൾ രാവിലെ ഒരു ചായ കുടിക്കുമല്ലോ, ആ ചായ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് കുടിച്ചു, അതാണ് ഞാൻ ചായ വേണ്ട. അല്ല, വീട്ടിൽ നിന്ന് പാലും പഞ്ചസാരയും ചായപ്പൊടിയും എല്ലാം ഇട്ടിട്ടല്ലേ കുടിച്ചേ? പിന്നെ വീട്ടിൽ നിന്ന് ചായ പൊടിക്ക് ആരെങ്കിലും എംസാന്റ് കലക്കി തരുമോ? വീട്ടിൽ നിന്ന് ചായ കിട്ടിയപ്പോ തേയിലപ്പൊടി, പാല്, പഞ്ചാര എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിവിടെ ഇടുന്നതിന് ഇതൊക്കെ ഇല്ലേ? അപ്പൊ ഞാനിവിടെ ഇടുന്നതിന് ഇതൊക്കെ ഇല്ലേടാന്ന്? എന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ ചൊവ്വാഴ്ചയാന്ന്. അതിന് ചുണ്ടെന്തിനാ ഇങ്ങനെ വെക്കുന്നത്? അവള് ലിപ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടി. ചായ വേണമെന്ന് പറയണ പട്ടി. എന്നാ ഒരു ചായ വേണം. നീ ചായ വേണം വേണമെന്ന് പറയുമ്പോ ചായടാ ഇതെന്താടാ ചായക്കട പുല്ലേ? എന്ത് പരിപാടിയാണ് ഈ കാണിച്ചത്? നിനക്കിട്ട് ആദ്യം തരണം. ഇത് ശരിയല്ല. ആണോ? ഇപ്പൊ ശരിയായോ? ശരിയല്ല.
അയ്യോ ഇതെന്താ പുല്ലേ നീ ആദ്യം പറയാത്തേ? ആദ്യം പറയുന്നതിന് മുമ്പ് ഒന്നങ്ങ് കേറി തന്നല്ലോ. ഇന്ന് ഞാൻ അയ്യോ ദീപൻ ചേട്ടാ, ചായ വേണോ വേണ്ടേ? ചായ വേണ്ടണം. വേണ്ടോ? വേണം വേണം. കടി വേണ്ടേ? വേണ്ട. അതെന്താടാ നീ കടി വേണ്ടെന്ന് പറഞ്ഞ? അതുള്ളോണ്ടല്ലേ ഇതിന്റെ ഇടയിൽ വന്ന് കയറി തന്നത്. അയ്യോ ഇനി ഒരൊറ്റ നിമിഷം ഞാൻ അവിടെ നിൽക്കില്ല. ചതിയനാണ് നീ, ചതിയായി. പട്ടി കൊണ്ട് സൂക്ഷിക്കുക എന്ന് സാധാരണ ഒരാൾ ബോർഡ് വെക്കും പോലെ ഭാര്യ കൊണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞൊരു ബോർഡ് വെക്കണം. അതാണ് നീ ചെയ്യാനുള്ളത്. ഇനി ഒരൊറ്റ നിമിഷം ഞാൻ അവിടെ നിൽക്കത്തില്ല. എന്നെ കൂടെ കൊണ്ടുപോടാ. എന്നെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് എന്റെ ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡറേ ഉള്ളൂ. നിനക്ക് ജോലി ഇല്ല, നീ പൊക്കോ. അപ്പോയിന്റ്മെന്റ് ഓർഡർ എന്തി? അപ്പം അവളുടെ കയ്യിലാ. അയ്യോ അയ്യോ കേവല കയ്യിലായിരുന്നാലും ശരി, അതും കൊണ്ടേ ഞാനിത് പോകത്തുള്ളൂ. ദീപൻ ചേട്ടാ, ഓ വന്ന് വാങ്ങിച്ചോ. അയ്യോ 1 2 3 3 ചായ. 3 ചായ എന്തിനാ? 2 പോരാവ്. അപ്പൊ എനിക്ക് കുടിക്കണ്ടേ? അതാണ്. ഈ 3 ചായയിൽ ഒരു ചായ സ്പെഷ്യലാ. അതെനിക്കാ. അതിലൊരു സാധനം ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിനക്കാ. കുടിക്ക് കുടിക്ക്. നീ എടുക്ക്. നീ എടുക്കാനല്ല, നീ എടുക്കാൻ. ഞാൻ എടുക്കാം. ഈ സ്പെഷ്യൽ കിട്ടിയത് എനിക്കാ. പഞ്ചാര ഇട്ടിട്ടുണ്ട്. കുടിച്ചോ. കുഴപ്പമില്ലല്ലേ? കുടി. സൂപ്പർ ചായ ആയിരുന്നു കേട്ടോ. സന്തോഷം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണേ. പിന്നെ വരുമെന്നോ? പോവാനേ തോന്നുന്നില്ല ഇവിടെ. തൊഴിലെടുക്കാനല്ലേ നീ ജീവിച്ചിരിക്കുമെന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ വരും. എന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ അങ്ങ് കിട്ടിയിരുന്നെങ്കിൽ. മോളെ ആ അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുത്തേരെ. അയ്യോ ആ പേപ്പർ വെച്ചല്ലേ ഞാൻ ചായ തിളപ്പിച്ചത്. അയ്യോ എന്താ ജോലി ബിജു, ഞാൻ ഇനി എന്ത് ചെയ്യണോ? ദീപ പോ അമ്പൽ അമ്പൽ. ആ വരി അങ്ങനെ അല്ലല്ല. എടാ അതിന് റൈറ്റ്സ് ഇല്ലടാ. അതെന്താടാ അതിന് റൈറ്റ്സ് ഇല്ലാത്ത? അയ്യോ ഓടിക്കോ. ഓട്.